Good evening. Good evening. Good evening അല്ലേ? അല്ലടാ, സുഖാണോ? ആരാ സുഖാണോ? സുഖമില്ല? കുഴപ്പമില്ല അല്ലേ? മേരാ ദിവസ് കുഴപ്പമില്ല. അച്ഛാ താ. അച്ഛാന്നൊന്നും പറയാൻ പറ്റില്ല. I was like slug a bit. 59 out of 80. I won't say it's bad. It's, you can do more, you know? Yeah. Okay. എടാ എല്ലാവരും വേഗം വീഡിയോ ഓൺ ചെയ്തേ, വേഗാവട്ടെ. തുടങ്ങണ്ടേ നമുക്ക്? മോഡൽ കഴിഞ്ഞോ? നിങ്ങളുടെ മോഡൽ കഴിഞ്ഞോ? യെസ്. സ്റ്റഡി ലീവ് സ്റ്റാർട്ടഡ്? സ്റ്റഡി ലീവ് ഇല്ലേ? ഇല്ലേ? ആവോന്നൊക്കെ. എന്താണ് അങ്ങനെ? സ്റ്റഡി ലീവ് ഒക്കെ ഉണ്ടാവും, ഇല്ലാതെ എവിടെ പോവാൻ അല്ലേ? ഓക്കെ, ഫെബ്രുവരിയിൽ. ഓക്കെ 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 ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ, തുടങ്ങാം നമുക്ക്. യെസ് യെസ്. അപ്പോ നേരെ ഇരിക്കൂ. ക്ലോസ് യുവർ ഐസ്. യെസ്, ചിരിക്കൂ. ഓക്കെ, ഗുഡ്. So this is like our last class in second revision അല്ലേ? തേർഡ് റിവിഷൻ വരുമ്പോൾ എത്ര ദിവസം ഉണ്ടാവും എനിക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് അപ്പോൾ പ്രയർ ടൈം നോ സ്മൈൽ. എടാ ഈ സ്റ്റുഡിയോയിൽ മറ്റേ മണാലിയിൽ കയറിയ ഇഫക്റ്റ് ആണ്. അത്ര ഇത് ലോ ആയിട്ട് AC ഇട്ടേ എൻ്റെ മണ്ട അടിച്ചു പോകും മിക്കവാറും, തൊണ്ടയെല്ലാം പോകും മിക്കവാറും. എൻ്റെ ഇത് കുറയ്ക്കാൻ പറഞ്ഞതാണ് ഞാൻ ഈ ആക്ഷൻ എല്ലാം കാണിച്ചത് ഈ പ്രയർ ടൈമിനിടയ്ക്ക്. AC ഡൗൺ കുറയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ഈ തിരുമണ്ടൻ ചാൽസാർ എന്ത് ചെയ്തു? ഫാൻ ഇടണോ? ഫാനാണോ എന്ന് പറഞ്ഞ ആ ഫാനും കൂടി ഇടണം. അപ്പൊ ഞാൻ പറഞ്ഞ ഫാൻ വേണം. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, തണുക്കുന്ന എനിക്കെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നേരെ പോയി ഫിൽറ്റർ കുറയ്ക്കാൻ നിൽക്കുന്നത്, ഈ കളർ കുറയ്ക്കാൻ വേണ്ടി നിൽക്കുന്നത്. എന്താണെന്ന് നോക്കണേ, ഇവിടെയാണ് ബുദ്ധി. അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്. ഓ ഗോഡ്, തണുത്തിട്ട് മേലാളാ എനിക്ക്. ശരിക്കും സത്യമായിട്ട് എനിക്ക് തണുത്തിട്ട് മേല. അമ്മേ. ഓക്കെ, തുടങ്ങാം നമുക്ക്. ടെൽ സാർ ടു തേലോട്ട് നോക്ക്. വാട്ട്സ് തേലോട്ട്? ഐ ഡോണ്ട് നോ വാട്ട്സ് തേലോട്ട്. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഓക്കെ, സോ ഞാൻ ഈ ഒരു പൊസിഷനിൽ നിന്ന് മാറത്തതെന്നറിയാം. അങ്ങോട്ട് നീങ്ങി അപ്പോൾ തണുക്കും. അതിന്റെ മണ്ടയിലാണ്, അല്ല അതിന്റെ ചോട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ വരും, അതുകൊണ്ടാണ്. ഓക്കെ, സോ ദിസ് ഇസ് ലൈക്ക് സെക്കൻഡ് റിവിഷന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദിസ് ചാപ്റ്റർ കോൾഡ് ലൈഫ് പ്രോസസ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ. വലിയൊരു ചാപ്റ്റർ ആണത് അല്ലേ? ഇറ്റ്സ് ലൈക്ക് ഭയങ്കര വലിയൊരു ചാപ്റ്റർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ലൈക്ക് കുറച്ച് അത്യാവശ്യം അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണത്. ഓക്കെ, യെസ്. ചാൽ സാർ എന്തുകൊണ്ടാണ് ഇവിടെ ഈ വരയില്ലാത്തത്? ഓക്കെ, യാ ഓക്കെ. എന്തൊക്കെയോ ചെയ്ത് വെച്ചേക്കുന്നതാണ്, എനിക്കറിയൂല. ഇതെനിക്കിതൊന്ന് ചെറുതാക്കി എന്തോ വെച്ചേക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് നോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. ഫസ്റ്റ് ചോദ്യം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് ചെയ്തവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്തേ? 5 people, 10 people. ഓ എടാ, പൃഥ്വിനെ നിന്നെ ഞാൻ കണ്ടിട്ട് എത്ര നാളായിടാ? 6 months. വർഷം ഒന്നായി നിന്നെ ഞാൻ കണ്ടിട്ട്. ഓക്കെ എടാ, കുറച്ചുപേരെ ചെയ്തോളൂ, എനിക്കറിയില്ല. യു ഷുഡ് ഡു ദാറ്റ് കേട്ടോ. സംഹൗ ടൈം കണ്ടെത്തിയിട്ട് ചെയ്യുക. ഇതൊരെണ്ണം കൂടെ ഒരു ഹോംവർക്ക്, ഇതിൻ്റെയും കൂടെ ഒരു ഹോംവർക്ക് ഉണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഹോംവർക്ക് എല്ലാം കഴിഞ്ഞു ഓൾമോസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ടൈം കിട്ടുമ്പോൾ ഹോംവർക്ക് ചെയ്യുക, ആൻസർ ചെക്ക് ചെയ്തൊക്കെ നോക്കണം. ഇനി നോട്ട്ബുക്ക് എടുക്കൂ. ടേക്ക് യുവർ നോട്ട്ബുക്ക്. എത്ര ക്വസ്റ്റ്യൻ ആയി? മിസ് യു ആർ
വീണടാ ഞാൻ ആര്യ, ഞാൻ വീണ്. ഇത് കണ്ടില്ലേ ഇവിടെ, ഇത് ഇങ്ങനെ ഒറിജിനൽ ബ്ലഷ്. എടാ എത്രാമത്തെ ക്വസ്റ്റനായടാ ലിബാനെ? എത്ര ക്വസ്റ്റനായി ഇതുവരെ? ഹൗ മെനി ക്വസ്റ്റ്യൻ? ലിബാൻ ഞെട്ടി. ഹൗ മെനി ക്വസ്റ്റ്യൻ സ്റ്റിൽ നൗ ലിബാൻ? ലിബാനെ ഞാൻ എവിടെ പോയാ നോക്കണ്ടത്? എത്രയാടാ? 21 20 20 ഡൺ. ഓക്കെ. എന്താടാ ഒരാൾക്ക് 20 ഇരിക്കുമ്പോ ഒരാൾക്ക് 12? യു സ്കിപ്ഡ് എ ലോട്ട് അങ്ങനെയാണെങ്കിൽ. 19 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് MCQ. ഓക്കെ. 19-20 ആ ഒരു അളവിലാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇത് നമുക്കൊരു ഇന്നുണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് ക്വൈറ്റ് എന്താ പറയാ, പ്രറ്റി ഹാർഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ തലയെല്ലാം ഇങ്ങനെ മറ്റേ സാധനമൊക്കെ വരണം ഇങ്ങനെ. മറ്റേ ഇത് അങ്ങനെ നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നത് എന്താ, മറ്റേ മുകളിൽ പോകുന്നത് മുടി ഇങ്ങനെ എന്തോ ഇലക്ട്രിസിറ്റി, അത് എന്തോ ഒരു ഇലക്ട്രിസിറ്റി അല്ലേ, അതേമാതിരി ആക്കണം. അതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഞാൻ അത് തരില്ല, കാരണം ഇപ്പൊ തന്നെ തന്നാൽ നിങ്ങൾക്ക് വട്ടുപിടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി അങ്ങ് കഴിഞ്ഞിട്ട് അങ്ങനത്തെ 1-2 ചോദ്യം ചെയ്യിക്കാം കേട്ടോ. യാ ഓക്കെ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. യാ ഓക്കെ. ഫസ്റ്റ് question is like, in most adults, left atrium is separated from the right atrium by a septum wall to prevent the oxygen-rich blood in the left atrium from mixing with the blood containing a higher amount of carbon dioxide in the right atrium. Wow. The patent foramen ovale, PFO, is a hole in the septum separating left and right atria of the heart. The hole exists in everyone before birth, but most often closes shortly after a baby is born. Explain why the hole in the septum separating the atria does not cause problems in a baby before it is born. This is connected to reproduction, പക്ഷേ this is related to heart. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ. എടാ ഡിയോനെ, why you are having such an expression? അഡൽസില് നമ്മൾക്ക് അറിയാം, വി ഹാവ് എ സെപ്പറേഷൻ വിത്ത് ദിസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം. ഏട്രിയംസ് മാത്രമല്ല, നമ്മുടെ എല്ലാ ഹാർട്ട് ചേമ്പേഴ്സും ആക്ച്വലി സെപ്പറേറ്റഡ് ആണ്. ആൻഡ് ഫോർ ദാറ്റ് സെപ്പറേഷൻ വി ഹാവ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെപ്റ്റംസ് അല്ലേ. അപ്പോഴത്തേക്കും ഈ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ലെഫ്റ്റ് ഏട്രിയത്തിലുള്ളത്, ആൻഡ് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ് റൈറ്റ് ഏട്രിയത്തിലുള്ളത്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് സെപ്റ്റം ദീസ് ടു തിങ്സ് ആർ നോട്ട് ഗെറ്റിംഗ് മിക്സ്ഡ്. ആൻഡ് PFO എന്ന് പറയുന്നത് രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഏട്രിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്റ്റത്തിന്റെ അവിടെ കാണുന്ന ഒരു ഹോളാണ്. ആൻഡ് ഈ ഹോള് എല്ലാവരിലും ഉണ്ടാകും ബിഫോർ ബർത്ത്, ബട്ട് ലേറ്റർ ഇറ്റ് ഈസ് ആക്ച്വലി ഗെറ്റിംഗ് ക്ലോസ്ഡ്. അതുകൊണ്ട് പ്രശ്നമില്ല. ചിലർ ഹോളൊക്കെ ആയിട്ട് ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല. ദാറ്റ്സ് വൈ വി ആർ ഗെറ്റിംഗ് കോൺഷ്യസ്. അപ്പൊ അങ്ങനെ കുഞ്ഞിലെ ജനിക്കുന്നതിന് മുന്നേ ആ ഹോൾ ഉണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് ക്രിയേറ്റിംഗ് എ ഹ്യൂജ് പ്രോബ്ലം. വൈ? യു ഹാവ് ടു എക്സ്പ്ലെയിൻ വൈ. ചോദ്യം എഴുതുക, ആൻസർ എഴുതുക, എന്നിട്ട് ഹാൻഡ് റൈസ് ചെയ്യാം. റിയ കുറച്ചും കൂടെ ചെറിയ ചോദ്യം കൊണ്ടുവരായിരുന്നല്ലേ? I understand your concern. I'll do that by next time. തേർഡ് റിവിഷനിൽ ഉറപ്പായിട്ട് ഞാൻ വലിയ ചോദ്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഗുഡ് നദീം, വെരി ഗുഡ്. കീപ് കണ്ടിന്യൂയിങ് കേട്ടോ. Yes. This Nadeem was actually, ഈ നദീം എന്ന പേര് I have a certain connection because എൻ്റെ കുഞ്ഞിലത്തെ LKG UKG ആ സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരായിരുന്നു നദീം. Yeah. And I'm still searching for that Nadeem. എനിക്ക് അറിയില്ല ആളിപ്പോൾ എവിടെയാണ്. I tried through social media, but babies receive yes. പോയടാ ഡോണേ, എല്ലാതും പറ. അതെ, കളി കൂട്ടുകാരൻ. ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. ഡോണിന് മുമ്പ് ആൻസർ അയച്ചത് ആരാണോന്ന് എനിക്ക് അറിയില്ല ആള്. എടാ ആൻസർ ചെയ്ത് വേഗാട്ടെ. അയ്യോ, വലിയ ചോദ്യം ചെറിയ ഉത്തരവാണ്. നിങ്ങൾ വിചാരിക്കും ഇത് റീപ്രൊഡക്ഷൻ അല്ലേ, പിന്നെ മിസ് എന്തിനാ ഇവിടെ വെച്ചേക്കണേന്ന്. ഐ ഓൾറെഡി ടോൾഡ് യു ദിസ് ഇസ് റിലേറ്റഡ് ടു ഹാർട്ട്. അതുകൊണ്ട് ഏതാ പറഞ്ഞ രണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവർ ചോദിക്കും. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ. വെരി ഗുഡ് ഫർസാൻ.
അതെ അതെ ഞാൻ ഇന്ന് പറഞ്ഞു, ഇന്ന് നമ്മുടെ സ്റ്റഡി സർക്കിളിൽ പറഞ്ഞു ഓൺലി 29 days, 29 or 28 I can't 28 days left for your boards. I still remember last February when you first came. ആരുഷി, ഇത് എന്ത് വഴി കൂടെ കിട്ടും എന്നുള്ളതാ ചോദ്യം. അച്ചപ്പം വേണോ? നോ, ഐ ഹാഡ് നല്ല സാധനങ്ങൾ, സോ മൈ ടമ്മി ഈസ് ഫുൾ. ഓക്കെ, ചോദിക്കട്ടെടാ, ഞാൻ എഴുതി കഴിഞ്ഞാൽ ഹാൻഡ് റൈസ് ചെയ്തേ. ബാബുസ്വാമിയോ? ബാബുസ്വാമിനെ ഓർമ്മ എന്ത് പറഞ്ഞപ്പോ? യു ആർ സ്പെൻഡിങ് സോ മച്ച് ടൈം ഇൻ സോഷ്യൽ മീഡിയ കേട്ടോ, അതുകൊണ്ടാണ് ഈ ബാബുസ്വാമിനെയൊക്കെ ഓർത്തിരിക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് വി വിൽ ആസ്ക് അല്ലേ? യെസ്. ആരാ? ഫർസാൻ. യെസ് ഫർസാൻ മകളെ, എന്തു ആൻസർ? വൈ ഇറ്റ് ഇസ് നോട്ട് കോസിങ് എ പ്രോബ്ലം? അൺമ്യൂട്ട് ചെയ്താണോ? ഫർസാൻ അൺമ്യൂട്ട് ആവുന്നില്ലടാ. നോ. ഓക്കെ, ഡോൺ. യെസ് ഡോൺ. ഒരു സെപ്പറേഷൻ ഉണ്ടാവില്ല. അപ്പൊ അതിനകത്ത് ഈ നോർമൽ എസെൻഷ്യൽ കാർബണായി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈ പ്ലാസിന്റെ വഴികളുടെ ബൈപ്പാസ് കൊണ്ടിരിക്കുന്നത് നോൺ ഫങ്ഷണലി ലങ്സിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുവഴി ഇങ്ങനെ ഡയറക്റ്റ്ലി ടെസ്റ്റേറ്റഡ് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ബോഡിയിലോട്ട് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലായി, എങ്ങോട്ടാന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവാത്തേ ഉള്ളൂ. പ്ലസിന്റെ ത്രൂ ആണ് പോകുന്നത്, അങ്ങനെയാണോ? പ്ലസിന്റെ ത്രൂ ആണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോൾ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് കൺസേൺഡ് അല്ല, കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട്. എന്നാ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് ഡോൺ, ദാറ്റ്സ് ഇറ്റ്. എടാ, പ്ലസന്റെ ത്രൂ ആണ് നമ്മളെ ബേബീസിൽ എന്ത് ചെയ്യുന്നത്, അവരുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പോകുന്നത്. സോ ബേസിക്കലി വെൻ ദേ ആർ ഇൻസൈഡ് യുവർ മദേഴ്സ് യൂട്രസ്, അവരുടെ ലങ്സ് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സെപ്റ്റത്തിനകത്ത് ഹോൾ ഉള്ളത് പ്രശ്നമല്ല, കാരണം എംബ്രിയോക്ക് വേണ്ടതായിട്ടുള്ള ന്യൂട്രീഷൻ, ഓക്സിജൻ ആൻഡ് എവറിഥിങ് വിൽ ബി പാസിംഗ് ത്രൂ ദ പ്ലസന്റ and will be reaching the baby through the umbilical cord. You should mention placenta as well as umbilical cord. കാരണം placenta is in mother's side. placenta through കിട്ടുന്നു, placenta through കിട്ടുന്നു. പക്ഷെ how this placenta is carrying, അത് മെൻഷൻ ചെയ്യണം കേട്ടോ എല്ലാവരും. ദാറ്റ് ഈസ് ലൈക്ക് ഈ പ്ലസന്റയ്ക്കകത്ത് ലൈക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ലൈക്ക് ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. that will be passing through the umbilical cord and will be reaching the baby. So hence it is that septumത്തിനകത്തുള്ള hole is not creating any sort of problem. ബേസിക്കലി ലങ്സ് ആ സമയത്ത് ആക്റ്റീവ് അല്ല. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ബൈ ദിസ് ടൈം ഈ PF എന്ന് പറഞ്ഞിട്ടുള്ള ഹോള് പോയിട്ടുണ്ടാകണം. അതർവൈസ് ഇറ്റ് വിൽ ബി ലൈക്ക് ട്രൈങ് ടു ക്രിയേറ്റ് പ്രോബ്ലംസ്. അപ്പോഴാണ് നമ്മൾ ഹോളൊക്കെ ആയിട്ട് ജനിച്ചു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ ദിസ് ഇസ് ദ തിങ് ദാറ്റ് യു ഹാവ് ടു ഡു. എത്ര പേർക്ക് കിട്ടി? മോസ്റ്റ് ഓഫ് ദ ആളുകൾ കിട്ടിയില്ലേ? ഓക്കെ ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഓക്കെ, സൂപ്പർ. അടുത്ത ചോദ്യം. എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന്, ഒരു മിനിറ്റ്, എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം എഴുതിയെടുത്തോ, വേഗം ആയിക്കോട്ടെ. Okay, okay, so we'll go to the next one. അടുത്ത ചോദ്യം ചെറുതാ. Human systems work in coordination with each other. Pratik spent an hour in swimming pool and found himself breathing heavily. Okay, a question is like, name the systems that will be helping his body regain normalcy. Second sub question is like, systems that helps the systems
mentioned in A question to function. And B question is like, what can happen to the composition of Pratik's blood if the system mentioned in A1 does not do respond properly? എല്ലാം മനസ്സിലായോ? എന്ന് വെച്ചാൽ പ്രതീക് സ്വിമ്മിംഗ് പൂളിൽ ഒരു സ്പെൻഡ് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹി ഫൈൻഡ് ദാറ്റ് അവർ കിതക്കുകയാണ്, ഭയങ്കരമായിട്ട് കിതക്കുന്നു വെച്ചാൽ ഭയങ്കര ഹെവി ബ്രീത്തിങ് ആണ്. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് A B ആയിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. എന്റെ അടിയിൽ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്റെ 1 ഇസ് ലൈക്ക് ബോഡി നോർമൽ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റംസ് ഏതൊക്കെയായിരിക്കും? ഓക്കെ. ആൻഡ് ദെൻ ദിസ് ബി സബ് ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് എന്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള സിസ്റ്റംസ് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റം ഏതായിരിക്കും? ആൻഡ് ദ ബി ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക്, ഇപ്പൊ പ്രതീകിന്റെ ബ്ലഡ് നോർമൽ ആയില്ല എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ഹാപ്പനിങ്? ഇപ്പൊ പ്രതീകിന്റെ ബ്ലഡ് ഈ പറഞ്ഞ പോലെ ഈ സിസ്റ്റംസ് എല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും പറ്റുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളാ, വേഗം എഴുതിക്കോ. 3 മാർക്ക്. വേഗം ആയിക്കോട്ടെ. നന്ദന എവിടെ നിന്ന് വന്നു ഇതെല്ലാം? ആയിഷേ, അടി വേണോ? പാർസലായിട്ട് ഞാൻ അടി കൊടുക്കുന്നുണ്ട്. ക്യാമറ പതിപ്പിടിച്ചിട്ട് കാര്യമല്ല. പ്രതീക് വിൽ ഡൈ. അതാണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത്. എവരിബഡി ലൈക്ക് നിങ്ങളുടെ കയ്യിൽ നിൽക്കത്തില്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അയാൾ അങ്ങോട്ട് കൊന്നങ്ങോട്ട് കളയാം. എവരിബഡി യു കിൽ ദാറ്റ് പേഴ്സൺ. ഈസി ആൻസർ. I don't know how come you are able to find ഇത്ര ഈസി ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യന്റെ ആൻസർ. I am suspicious about that. എടാ ആര്യനെ, ആ ക്വസ്റ്റ്യൻ നീ കണ്ണു തുറന്ന് വായിക്കടാ. വെരി ഗുഡ് അലന. ഇഹ്സാൻ, ഇതേ ഇതിന്റെ ആൻസറാ മക്കളെ. ഞാനൊരു കാര്യം പറയാം. ആസ് എ ടീച്ചർ, ഇപ്പം ഞാനാണ് നിങ്ങളുടെ ബോർഡ്സിൻ്റെ പേപ്പർ ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും ബോർഡിൻ്റെ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടുകയാണെന്ന് വിചാരിക്കുക. ഇഫ് ലൈക്ക് ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ് അബൌട്ട് സിസ്റ്റം ഓർ സിസ്റ്റംസ്, ഓക്കെ. ആൻഡ് സപ്പോസ് ഇൻ ടേം, ഇപ്പോൾ ഇവിടെ എക്സ്ക്രീറ്ററി സിസ്റ്റം ആയിരുന്നു, നിങ്ങൾ എഴുതിയത് എക്സ്ക്രീഷൻ എന്നാണെങ്കിൽ ഐ വിൽ നോട്ട് ബി ഗിവിങ് മാർക്സ്. ഇതിപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഐ ആം നോട്ട് കൺസേൺ ടു ഗിവ് യു എ ഹാഫ് മാർക്ക് ഈവൻ. ഓക്കെ. അപ്പോൾ സിസ്റ്റം ചോദിച്ചാൽ സിസ്റ്റം തന്നെ എഴുതാം. ഞാൻ എന്തിന് നിങ്ങൾ വേറെ വല്ലതും എഴുതി വെച്ചതിന് മാർക്ക് തരണം? റൈറ്റ്. പിന്നെ ബെന്നിറ്റോ, അവന് വിശക്കല്ലേ സ്വിമ്മിങ് പൂളിൽ നിന്ന് കയറി വന്ന ഉടനെ. വേഗം ആട്ടെ. എടാ, സിസ്റ്റം ഓർ എസ് എന്ന് വെച്ചാൽ സിസ്റ്റം ഓർ സിസ്റ്റംസ്. സോ ദാറ്റ് മീൻസ് ദർ ഈസ് ലൈക്ക് എ ഗ്രൂപ്പ് ഓഫ് സിസ്റ്റംസ്. വെരി ഗുഡ് ശ്രീ ശിവൻ. Rida Fida, you need one more system. Prithwin, ഇത് സിസ്റ്റം ഇത്. എടാ, എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. A1 there are 2 systems. ഓക്കെ ഓക്കെ. ഇപ്പൊ ഓക്കെടാ. കിട്ടിയവർ ഹാൻഡ് റൈസ് ചെയ്യൂ. അമീൻ കിട്ടിയോ? ബി വരെ കിട്ടിയോ? ഗുഡ്. ഓക്കെ, ചോദിക്കാം. യെസ് യെസ്. ഓക്കെ. അമീൻ, വിച്ച് സിസ്റ്റം ഓർ സിസ്റ്റംസ്? Respiratory system and circulatory system. Respiratory system and circulatory system. കാരണം very good. I mean, കാരണം വേറെ ഒന്നുമില്ല. He is having a kind of a sternus exercise and after that he is feeling like ഭയങ്കര ഒരു പാനിക് ബ്രീത്തിങ് ആണ് അയാൾക്ക് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബ്രീത്തിങ് നോർമൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യണം. ബ്രീത്തിങ് നോർമൽ ആവുക മീൻസ് ദ ലൈക്ക് ബ്രീത്തിങ് കൂടുന്നതിന്റെ കാരണം എന്താ? അറ്റ് ദ സെയിം ടൈം ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടിയിട്ടുള്ളത് കൊണ്ടാണ്. ബ്രീത്തിങ് നോർമൽ ആകുമ്പോൾ ഹാർട്ട് ബീറ്റ് നോർമൽ ആയിട്ടുണ്ട്, പമ്പിങ് നോർമൽ ആയിട്ടുണ്ട്,
ബോഡിയിലുള്ള ലൈക്ക് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ബ്ലഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇസ് ഗെറ്റിംഗ് നോർമൽ. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് സിസ്റ്റംസിന്റെ പേര് എഴുതണം, റെസ്പിറേറ്ററി സിസ്റ്റം ആസ് വെൽ ആസ് സർക്കുലേറ്ററി സിസ്റ്റം. രണ്ട് സിസ്റ്റംസും ഉറപ്പായിട്ടും മെൻഷൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. Okay, then only you will be getting full marks here for A1. Then now the second question, systems that will be helping the system in A1. A1 ലെ സിസ്റ്റം ലൈക്ക് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റം ഏതായിരിക്കും? അതാരാ പറയുന്നത്? Who will be saying the answer of that? ഹയാൻ. മക്കളെ ഏതായിരിക്കും ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റം? ഗുഡ് ഈവനിങ് മക്കളെ. Nervous system. Very good. Because every system in your body is under the control of nervous system, because brain അല്ലെങ്കിൽ spinal cord ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. So if like you are having ഭയങ്കര extreme breathing അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രീത്തിങ് കുറവാണ്, നിങ്ങളുടെ മസിൽസിലോട്ട് ആവശ്യത്തിന് ബ്ലഡ് എത്തുന്നില്ല, every those conditions are controlled by specific areas in your brain. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബ്രീത്തിങ് സർക്കുലേഷൻ ഒക്കെ ബ്രെയിനുമായിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ളത് കൊണ്ടിട്ട് ഈ A1-ലുള്ള സിസ്റ്റംസ് ഫംഗ്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് വിൽ ബി ദ നെർവസ് സിസ്റ്റം. So A2-ന്റെ ആൻസർ വിൽ ബി നെർവസ് സിസ്റ്റം. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? പ്രത്യേകിന്റെ ബ്ലഡ് ഇപ്പൊ ലൈക്ക് ഈ പറഞ്ഞ പോലെ വാട്ട് വിൽ ബി ദ ഹാപ്പനിങ് ടു ദ കോമ്പോസിഷൻ ഓഫ് പ്രത്യേക്സ് ബ്ലഡ് ഇഫ് A1 ഇസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി? A1-ലുള്ള സിസ്റ്റംസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ വാട്ട് വിൽ ബി ദ കോമ്പോസിഷൻ ഓഫ് പ്രത്യേക്സ് ബ്ലഡ്? എന്ത് പറ്റും? നമ്മൾ ആരോടാ ചോദിക്കുന്നത്? ജോ. യെസ്, പറയൂ ജോ. What will happen to Pratik's blood? Arey wah. I thought Pratik's blood carbon dioxide concentration കൂടി, oxygen ഉണ്ടായിരിക്കും. Okay, carbon dioxide concentration കൂടി. Okay. എന്നതാ? അത് കഴിഞ്ഞ ശേഷം ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുകയും കാർബൺ ഡയോക്സൈഡ് കുറയും. ഇപ്പൊ ഈ സിസ്റ്റം നോർമൽ ആക്കാൻ വേണ്ടി വന്ന രണ്ട് സിസ്റ്റംസ് ആണ്. ഈ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് റെസ്പോണ്ടിങ് പ്രോപ്പർലി, വാട്ട് വിൽ ഹാപ്പൻ ടു പ്രത്യേക്സ് ബ്ലഡ്? അപ്പൊ അത് ഓക്സിജനേറ്റഡ് ആവുമോ? ആവോ? അൺമ്യൂട്ട് ചെയ്യൂ ചാൾസ് സാർ അവനെ. ആവത്തില്ല. വൈ? ആ ഓക്കെ. ബോഡിയിലുള്ള ബോഡിയിലുള്ള കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ ഒരേപോലെ കൂടിയിരിക്കും. സർക്കുലേറ്ററി സിസ്റ്റം വർക്ക് ആയില്ലെങ്കിൽ ഓക്സിജനെ ബോഡിയിലെ സപ്ലൈ ചെയ്യാൻ. ഓക്കെ ഓക്കെ, ഗുഡ് ജോ. ലൈക്ക് സംവാട്ട് റാൻഡം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജോ പറഞ്ഞ പോലെ ഇഫ് ദിസ് സിസ്റ്റംസ് ലൈക്ക് റെസ്പിറേറ്ററി ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റംസ് ആർ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി, അയാളുടെ ബോഡിയിൽ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് വിൽ ബി ഹൈ. ഹി ഈസ് ബ്രീതിങ് ഹെവിലി ബിക്കോസ് അയാളുടെ മസിൽസിന് അയാളുടെ ടിഷ്യൂസിലോട്ട് അയാൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ ബേസിക്കലി ഇൻ ഹിസ് ബോഡി ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് മോർ. ഓക്കെ, നോർമൽ ആയിട്ടില്ല. ഈ സിസ്റ്റംസും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതലായിരിക്കും. വാട്ട് ഹാപ്പൻസ് ഇഫ് സച്ച് എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് പ്രസന്റ് ഇൻ യുവർ ബോഡി? എന്ത് പറ്റും? ആരാ പറയുന്നത്? യെസ്, ആമിറ. യെസ് ആമിറ. വൈ ആയിക്കോട്ടെ, വൈ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ കൂടുതലായ നമ്മൾ അപ്പൊ തന്നെ ഡിസി ഫീൽ ചെയ്യോ? യാ, ഓക്കെ ഓക്കെ, കൈൻഡ് ഓഫ് ഡിസിനെസ്സും സഫോക്കേഷനും ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ. പക്ഷേ നമ്മളോട് ചോദിച്ചേക്കുന്നത് അയാളുടെ ബ്ലഡിന്റെ കോമ്പോസിഷനിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. വി ആർ സ്പെസിഫിക്കലി ടോക്കിംഗ് അബൌട്ട് ബ്ലഡ്സ് കോമ്പോസിഷൻ. ഓക്സിജൻ ഇല്ല എന്നുള്ളത് ദാറ്റ്സ് അണ്ടർസ്റ്റുഡ്. ഭയങ്കര കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ ആണെന്നുള്ളതും അണ്ടർസ്റ്റുഡ് ആണ്. But what happens is like due to the immense amount of carbon dioxide that is present, what happens is like നമ്മളുടെ കാർബൺ ഡയോക്സൈഡ് വെള്ളം, ബോഡിയിലുള്ള വെള്ളം ഉണ്ടല്ലോ അതുമായിട്ട് കമ്പൈൻ ചെയ്ത്
carbonic acid ആയിട്ട് മാറും. That is dangerous, and within 5 minutes there are chances that you'll be like dead. Carbon dioxide is dangerous. കാരണം കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ബോഡിയിലെ കോൺസെൻട്രേഷനിൽ ഉള്ള കോൺസെൻട്രേഷനിലും കൂടുതലായി വന്നു കഴിഞ്ഞാൽ വാട്ടർ ആയിട്ട് കമ്പൈൻ ചെയ്യും, കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. കാർബോണിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ആസിഡിക് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഓർഗൻസ് എല്ലാം അതിനെ റിജക്ട് ചെയ്യാൻ തുടങ്ങും. ഈ കാർബോണിക് ആസിഡ് എന്നുള്ള കോൺസെപ്റ്റ് ഓർത്ത് വെക്കണം. ഇറ്റ്സ് റൈറ്റ് ദാറ്റ് carbon dioxide concentration increases. പക്ഷേ what happens in blood? Carbon dioxide കൂടി deoxygenated ആയിട്ട് ഇരിക്കുന്നു, that's okay, but this will be mixing with water to form carbonic acid. കേട്ടോ? Yeah. Blood can adjust the level of pH, right? പക്ഷേ ഞാനൊരു കാര്യം പറയാം, pH അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ബട്ട് ബാക്കി സപ്ലൈയിങ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസോ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ദർ ഈസ് ചാൻസസ് ദാറ്റ് വിത്തിൻ സം ടൈം കാർബോണിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ കൂടിയിട്ട് ബ്ലഡിന് തിരിച്ച് നോർമൽ ആകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് ഇറ്റ് വിൽ ബി ഗോയിങ്, യുനോ, തിരിച്ചു വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോ. പാവം പ്രതീക്. യെസ് അത് തന്നെ ഡിയോൺ. ഇതാണ് ആൻസർ. എഴുതിയോ? More lactic acid will be making the blood. The thing is like lactic acid will be in your muscles, you know. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ ഇതായിരിക്കും. ഓക്കെ, കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ വേഗം എഴുതിയെടുത്തോ. യെസ്, ഓക്കെ, നെക്സ്റ്റ് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. കേതകി എന്നൊക്കെയാണെന്ന് തോന്നുന്നു. Ketagi thinks that fresh dialyzing fluid that enters the dialysis machine is rich in urea. Is she correct? Why or why not? Another sub-question is like urination is a dash process. Voluntary, involuntary, both voluntary and involuntary process. വേഗമായിക്കോട്ടെ, എഴുതൂ. പുട്ട് MCQ പുട്ടാം ആദ്യം ഇത് എഴുതരുത്. ചാൽ സാർ ഒന്ന് ആൻസർ കൊടുക്കോ? വെരി ഗുഡ് ദൈവിക്. യെസ്, and yes, 7.4 is the pH of blood. Joanna, Ahil, because urea rich dialyzing fluid will not be used in place of fresh fluid. Really? Yes, she is correct. അരിഷി പഠിച്ച് എവിടെയോ എത്തിയിട്ടുണ്ട്. മാം എനിക്ക് ഒന്നും കിട്ടുന്നില്ല. വെരി ഗുഡ്. Very good, Dawn and Prudwin. And ഇത് no, ഇതാണോ no? Because may to transfer decrease concentration. Okay, Benito. Eda, is this like a 3-mark question? Is she correct? Yes or no? You have written, you'll be getting a 1 mark. Why or why not? You have to describe it in detail, because അത് അങ്ങനെ പോവത്തില്ലെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. You have to state like this are the reasons. Oh, Satvika. Wow.
like you have to say that, okay, that's the context that in machine freshly prepared dialyzing fluid urea കാണത്തില്ല. What if urea was there? What will be the consequences? Yes. എഴുതി കഴിഞ്ഞോ ഒരു ഹാൻഡ് റൈസ് ചെയ്യൂ. മാം ഞാൻ പറഞ്ഞ ശരിയാണോ? എടാ ഇച്ചാൽ സർ എനിക്ക് നീ പറഞ്ഞത് കാണിച്ചു തന്നില്ലടാ. എടാ മുഹമ്മദ്, യു ഷുഡ് സ്റ്റേറ്റ് ദ റീസൺ. ബാക്കിയൊക്കെ ഓക്കെ. ദാറ്റ്സ് റൈറ്റ്. ചാൽ സർ ഇതാരാ? എടാ ഡിയോണെ എവിടെ നിട്ടിയാടാ നിനക്ക് ആൻസർ? ചാൽ സർ ഇത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചാൽ സർ സേസ് ഇറ്റ്സ് ഗൂഗിൾ ജെമിനായി. കാരണം പലരുടെ ആൻസർ ഒരുപോലെ അല്ലേ ചാൽ സർ? ഓക്കെ. എടാ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും എഴുതുന്നില്ലെന്ന് തോന്നുന്നു അല്ലെ? എനിക്ക് അങ്ങനെ തോന്നുന്നത്. ചാൽ സർ നിങ്ങൾ നമുക്ക് ഒരു ഇൻസ്പെക്ഷൻ നടത്തും നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിട്ട്. ആരൊക്കെ എഴുതുന്നുണ്ട് എഴുതുന്നില്ല ചോദിച്ചാലോ? ആരാ? എടാ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ചാൾസ് സാറിനെ വിളിക്കാം എളുപ്പത്തിന്. റാൻഡമായിട്ട് നമുക്ക് വിളിച്ചാലോ ചാൾസ്? ഓക്കെ. Visa, unmute you. Okay. Is she correct or not? കേക്കാൻ വയ്യടാ. കേൾക്കുന്നില്ലടാ. ഇറ്റ്സ് നോട്ട് ഓഡിബിൾ കേട്ടോ. യു ട്രൈ ടു റീജോയിൻ അല്ലെങ്കിൽ ആ ഹെഡ്സെറ്റ് റിമൂവ് ചെയ്ത് നോക്ക്. ഓക്കെ. നമ്മൾ അടുത്തത് ആരാ ചോദിക്കുന്നത്? ദേവനന്ദ. ഇസ് ഷീ റൈറ്റ് ഓർ റോങ്? ചാൽ സർ അത് കൂട്ടിയിടും. പറഞ്ഞോ ദേവനന്ദ, പറഞ്ഞോടാ. She is right. Why? Okay, she is right. Why? Why? എനിക്കറിയൂല അല്ലേ? It's okay ഡാ. Okay, അടുത്ത ആരാണ്? Advait. Yes. Advait, tell me, is Ketaki right? No, she's not right because when there is urea in dialytic fluid, that means that the blood which has urea components, it can't be dialyzed properly. So no, she's wrong. Okay, that's right. But you are missing it's three കാര്യങ്ങൾ. Okay, but whatever you have written is right. Okay, Advait, very good. പക്ഷേ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. Who will be saying കൃത്യം കറക്റ്റ് ആൻസർ? ആരായിരിക്കും പറയുന്നത്? ഷാൽ സർ അബ്രക്കഡബ്ര പറഞ്ഞിട്ട് വിളിച്ചോ. ഡിയോൺ. ഓക്കെ. ഡിയോണെ ChatGPT ഓർ ജെമിനായി? ഞാൻ തന്നെ എഴുതിയതാണോ? ഓക്കെ, പറഞ്ഞോ. കൈതക്ക് റോങ് ആണ്. വൈ? Because the fluid that exits from the dialysis machine, which is taken from the human body, contains urea, and urea is harmful for the human body. So the fresh dialysing fluid which enters the dialysis machine collects urea from the human body. അത് ഡയാലിസിസ് ഫ്ലൂയിഡ് ഡേഞ്ചറസ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കാണത്തില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് വിൽ ബി കളക്ടിങ് ദ യൂറിയ വിച്ച് ഇസ് in the human blood അല്ലേ? Yes. Okay, good. That's also surface level answer. I need കുറച്ചും കൂടെ like point. I am like craving for point. ആരാടാ പറയുന്നത്? അടുത്തത് ആരാ? ചാൽ സർ റാൻഡം. ആരും ഇല്ലല്ലോ. എയ്ബൽ. യെസ്, എയ്ബൽ പറയൂ. എയ്ബൽ കേതകയെ കൊണ്ട് തോറ്റു. ഓക്കെ, പറയൂ എയ്ബൽ. ഈസ് കേതകി റൈറ്റ് ഓർ റോങ്? എടാ ഹാൻഡ് റൈസ് ചെയ്ത് വന്നിട്ട് നിനക്ക് നോട്ട് ഷ്യൂർ പറയാനുള്ള ഒരു ഓഡാസിറ്റി, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. എടാ ഇവിടെ എല്ലാരും നോ പറഞ്ഞ ആൻസർ പകുതി എത്തി. ഞാൻ
റൈസാന്റെ ഓക്കെ മാൻ ബൈ. കേതകി റൈറ്റ് ആന്ന് പറയുന്നത് തന്നെ റോങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ബൈ പറഞ്ഞ് വിട്ടത്. ഓക്കെ, വൺ മോർ ചാൻസ്, അതർവൈസ് ഐ വിൽ സേ ദ ആൻസർ. ഇനി എനിക്ക് സമയമില്ല. ഗൗരി. ചാൽസർ ബെറ്റ് ഓൺ ഗൗരി. ഓക്കെ ഓക്കെ ഗൗരി. Fresh dialyzing fluid is what? Is devoid of nitrogen space, so it is not containing nitrogen. Okay, so it's not containing urea. What if, suppose I was the dialyzing technician and I just mixed it? Allada, it's okay. It's okay. It's okay. The thing is like, B in answer or A in answer. What is B in answer? What is B in answer? Oh, answer. Okay. Chalsar. Joshua. What is the answer, Joshua? Both voluntary and involuntary. Very good. Urination is both voluntary and involuntary process. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് തോന്നണമെന്ന് വിചാരിക്കും അത് നമുക്ക് മുള്ളാൻ പറ്റില്ല. നമുക്ക് യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there should be a signal sent from our urinary bladder to brain. Urinary bladder will be sending the signal like my thing is filled, now I can't hold more pee. അങ്ങനെ വേറിട്ട് ബ്രെയിന് സിഗ്നൽ കൊടുക്കുമ്പോഴാണ് brain tells the urinary bladder to stretch the muscles. Urinary bladder widens, അപ്പോഴാണ് നമുക്ക് മുള്ളണമെന്ന് തോന്നുന്നത്, എന്നിട്ട് നമ്മൾ മുള്ളി പോകുന്നത്. Okay, so there is a connection between brain and urinary bladder. അതുകൊണ്ട് that's involuntary. And apart from that, നമുക്ക് ചെറുതായിട്ട് urinary bladder control ചെയ്യാൻ പറ്റും. Like you can hold your pee for some time, while peeing you can hold, അതൊക്കെ ഉള്ളതുകൊണ്ട് that's voluntary as well. അതുകൊണ്ട് both voluntary and involuntary ആണ് ആൻസർ. ഇനി ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. കേതകി is like 100% wrong. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചുപേരൊക്കെ പറഞ്ഞ പോലെ നമ്മളെ ഡയലൈസിങ് ഫ്ലൂയിഡിനകത്ത് ആദ്യം അത് എൻ്റർ ചെയ്യുമ്പോൾ, അത് ഡയലൈസിങ് യൂണിറ്റിനകത്തോടെ അത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ നോട്ട് ബി ഹാവിങ് എനി സോർട്ട് ഓഫ് നൈട്രോജനസ് വേസ്റ്റ്. സ്പെസിഫിക്കലി അതിൽ യൂറിയ ഒന്നും ഉണ്ടാവില്ല. പകരം നമ്മുടെ ബ്ലഡ് അതിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കുമാണ് എന്ത് പറ്റുന്നത്, യൂറിയ ഈസ് എൻ്ററിങ്. ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ ഈസ് ആക്ച്വലി ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഈ ഡിഫ്യൂഷൻ ആണ് നടക്കുന്നതെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഇറ്റ്സ് ലൈക്ക് ദ ബ്ലഡ്, ലൈക്ക് നിങ്ങളുടെ ബ്ലഡിലായിരിക്കും എന്ത് കൂടുതലുള്ളത്, ബ്ലഡിൽ യൂറിയയുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ആൻഡ് ഡയലൈസിങ് ഫ്ലൂയിഡിനകത്ത് എന്ത് കൂടുതലായിരിക്കും, ലൈക്ക് യൂറിയയുടെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഡയലൈസിങ് ഫ്ലൂയിഡ് വിൽ ബി ഹാവിങ് യൂറിയ കോൺസെൻട്രേഷൻ ലെസ്. അപ്പൊ എന്ത് പറ്റും, ഈ യൂറിയ കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് മൂവ് ചെയ്യാം. യൂറിയ വിൽ ബി മൂവിങ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. അങ്ങനെയാണ് നമ്മുടെ ബ്ലഡിനകത്ത് ഉണ്ടായിരുന്ന യൂറിയ എവിടെ എത്തുന്നത്, ഇറ്റ് വിൽ ബി റീച്ചിങ് ദിസ് ഡയലൈസിങ് ഫ്ലൂയിഡ്. ഇങ്ങനെയാണ് നോർമലി സംഭവിക്കുക. Now what happens next is like, ഇപ്പോൾ ഇൻ കേസ് ഈ ഡയലൈസിങ് ഫ്ലൂയിഡിനകത്ത് എന്തുണ്ടായിരുന്നു, ഒരു മിനിറ്റ്, ഡയലൈസിങ് ഫ്ലൂയിഡിനകത്ത് യൂറിയ ഉണ്ടായിരുന്നു, ബ്ലഡിലും യൂറിയ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ബോത്ത് ആർ ഹാവിങ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് യൂറിയ. അപ്പൊ നെറ്റ് മൂവ്മെന്റ് വിൽ ബി 0. പിടികിട്ടിയോ? അന്നേരം എന്ത് നടക്കത്തില്ല, ഡിഫ്യൂഷൻ നടക്കത്തില്ല, നെറ്റ് മൂവ്മെന്റ് 0 ആയിപ്പോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹൗ കം അവർ ബ്ലഡ് ഈസ് ഗെറ്റിംഗ് പ്യൂരിഫൈഡ്? മൂവ്മെന്റ് ഇല്ല യൂറിയക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്നത്? വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇൻ ദിസ് പ്രോസസ് ഇസ് ആക്ച്വലി പ്യൂരിഫൈ ദ ബ്ലഡ് അല്ലേ? പക്ഷെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ബ്ലഡിൽ ഓൾറെഡി യൂറിയ ഉണ്ട്, ഡയലൈസിങ് ഫ്ലൂയിഡിനകത്തും യൂറിയ ഉണ്ട്. അപ്പൊ മൂവ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിനകത്തിരിക്കുന്ന യൂറിയനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂല. So as somebody told, like this entire process will be of no use. അതുകൊണ്ടാണ് initially when we start the process, dialysing fluid will not be having any sort of urea. പിടികിട്ടിയോ? And that is a condition which creates the concentration gradient and allows the urea to come from blood and mix with dialysing fluid. ഈ രീതിക്ക് വേണം ആൻസർ ചെയ്യാൻ. And the word called diffusion is mandatory. അതില്ലാതെ ആൻസർ ഇല്ല. ഓക്കെ, ഇത് അറിയാമായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. I'll clap for that.
ഞാനിപ്പോ നിങ്ങളെ വിളിച്ചപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എന്താ ഹാൻഡ് റൈസ് ചെയ്തില്ല? നമ്മളിവര് എന്താ പറയാ ചൂരെല്ലാം കൊണ്ട് അടിക്കണം അല്ലെ? ചാൽസർ വരോടാ, എല്ലാവരുടെ വീട്ടിലോട്ടും വരുന്നുണ്ട്. എത്ര തവണ വിളിച്ചു നമ്മള്. But I appreciate everyone who got the answers right. കാരണം ഇറ്റ് നീഡ്സ് ലിറ്റിൽ ബിറ്റ് തിങ്കിങ് എന്തുകൊണ്ട് എന്നുള്ളത് അല്ലേ? കാരണം നമ്മളിപ്പോൾ 10th at present we are not dealing with any sort of ഈ പറഞ്ഞ പോലെ മോളിക്കുലർ മൂവ്മെന്റ് പ്രോസസ്സുകൾ. അപ്പൊ ഇങ്ങനെ ഒരു സാധനം എഴുതണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് യുവർ ബ്രെയിൻ ഈസ് ലൈക്ക് വർക്കിംഗ് ലിറ്റിൽ ബിറ്റ് ഹാർഡർ. ഓക്കെ ചാൽസർ, നമുക്ക് ഇച്ചിരി MCQ ചെയ്താലോ? ഇത് വേഗം എഴുതിയിട് വേഗോട്ടെ. മാം റേസ് ചെയ്തു, എന്നെ വിളിച്ചില്ല. Is it diffusion or osmosis? അഹമ്മദേ, ഞാൻ പോണ്, നീ എൻ്റെ ഒപ്പം 9 പോരെ, നീ 10th എഴുതണ്ട. എടാ what is the difference between diffusion and osmosis? Osmosis is particularly for water molecules അല്ലേ? മറ്റ് മോളിക്യൂൾസിനെ കൺസേൺഡ് ആയിട്ട് വരുമ്പോഴാണ് we are talking about diffusion. So it's diffusion here. Yeah. Is this problem the same when glomerular filtration not working? Glomerular filtration work ചെയ്യാത്തതിന് ഇതൊരു റീസൺ ആവും. അതർവൈസ് another reason could be your നെഫ്രോണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ. കേട്ടോ? എന്താണ് പിസ്സ എന്ന് വിളിച്ച ആള് വീട്ടിൽ വന്നാൽ ചാൽസർ ലാസ്റ്റ് ചെയ്തതുകൊണ്ട് നന്നായിടാ. ഓക്കെ, നൗ വിൽ ഗോ ഫോർ MCQ അല്ലേ ചാൽസർ? MCQന് പോവാണ്. ഇന്ന് കുറച്ചധികം മറ്റേ ഇതുണ്ട്, അസെഷൻ റീസൺ ഒക്കെ ഉണ്ട്. ഞാൻ ബോയ്സ് ടീം, ബോയ്സ് ആണ് ജയിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഗേൾസ് ടീം, ഗേൾസിനെ ചാൽസർ ജയിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് ചാൽസർ ഇവിടെ നിന്ന് പറയുന്നത്. ഐ ബി ലൈക്ക് എടാ നിങ്ങളുടെ ടീം മാനേജറിന് തന്നെ നിങ്ങളെ പ്രതീക്ഷയില്ലെന്നൊക്കെ പറയുന്നടാ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ്സ് ഫോർ ഗേൾസ്. ഈസി ചോദ്യം ആയതുകൊണ്ട് ഞാൻ ഗേൾസിന് വെച്ച്. Thin walled blood vessels are called dash: aorta, capillaries, arteries and vena cava. Thin walled blood vessels are dash. Yes. Girls ആണ് ചാൽസർ. Neha. Yes. Capillaries. Yes. എടാ ആരടാ ഈ വീനക്കാവ പറയുന്ന ആള്? Somebody in the chat box said വീനക്കാവ. Fida. Neha, you said it right. Option B, capillaries ആണ് right answer. കാരണം capillaries is the thinnest blood vessel and it is having only a wall which is made up of single cell. കേട്ടോ? Yeah. Okay. അടുത്ത ചോദ്യം. ചോദ്യം is cancelled. അടുത്ത ചോദ്യം. ഓക്കെ അടുത്ത ചോദ്യം പോട്ടെ. ഇത് അസെഷൻ റീസൺ ആണ്. ഓപ്ഷൻസ് ഒക്കെ അറിയാലോ അല്ലേ? Assertion and reason are true, reason is the correct explanation. Assertion and reason are true, reason is not the correct explanation. Assertion is true and reason is false. Assertion is false but reason is true. ഇതാണ് options. Okay, so we'll go to the first assertion. Assertion ൽ പറയുന്നത് arteries are thick walled and elastic in nature. Reason says that arteries have to transport blood away from the heart. Boys നാണ് ചോദ്യം. is for boys. Yes. Zidane. Yes, Zidane. ഏതാണ് ഓപ്ഷൻ മക്കളെ? പറഞ്ഞോ മക്കളെ, which option? Both A and R are true and correct explanation. Correct explanation. Okay, very good. Both A and R are true. R is the correct explanation. Assertion reason ൽ പറഞ്ഞിരിക്കുന്നത് correct explanation ആണെന്നുള്ള രീതിക്കാണ്. Arteries thick walled ആണ്, elastic ആണ്. Why? Because it has to transport blood away from heart. So ആ ഒരു pressure maintenance ന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്? Thick and elastic walls ഉള്ളത്. Okay, so thick and elastic walls ഉള്ളത്. And that is the answer. Transport away from the heart മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
പ്രഷറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ബോയ്സിന്റെ ഉത്തരം തെറ്റിപ്പോയല്ലേ. ഐ എം സോറി. അയ്യോ, ഞാൻ ഉത്തരം ശരിയാന്ന് വിചാരിച്ച് വിളിച്ചു പോയടാ. ഐ എം സോറി. എടാ ഇവിടെ നോക്ക്, ഇറ്റ്സ് ലൈക്ക് ആർട്ടറീസിന്റെ തിക്ക് വാൾ ആണ് ഇലാസ്റ്റിക് ആണ്, അത് ശരിയാ. അസെഷനിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാ, റീസണിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാ. പക്ഷേ ബ്ലഡിനെ ദൂരോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് മാത്രം തിക്ക് വാളും ഇലാസ്റ്റിക്കും അല്ലല്ലോ. what is like it should be having the pressure thing mentioned here. പ്രഷറും കൂടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിക്ക്. ഐ ആം സോറി, ഐ സെഡ് ദ ആൻസർ. ഓക്കെ, അപ്പം സിദ്ധാന്ത് തെറ്റിപ്പെടാം. അടുത്ത ചോദ്യം ഇസ് ഫോർ ഗേൾസ്. -1 അല്ല, 0. ഓ, വൈ മൈ ബ്രെയിൻ isn't working. ഓക്കെ, അടുത്ത ചോദ്യം അസെഷനിൽ പറയുന്നത് ഹ്യൂമൻ ഹാർട്ട് ഈസ് 4 chambered. Reason is vena cava is the only artery that supplies deoxygenated blood to the heart. For girls. Yes. Hanna. Yes, Hanna. Which option, makale? രണ്ടും കറക്റ്റ് ആണ്, പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. Okay, so option B. കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് യാ ബി. Yes, very good. Super. അടിപൊളി. I am with my boys. ബോയ്സിന് പാസ് ചെയ്യുന്നടാ ചോദ്യം, ബോയ്സിന് പാസ് ചെയ്യുന്നു. ഓക്കെ, ആരാന്ന്? ആര്യാദിത്യ. ഓക്കെ, വിച്ച് ഓപ്ഷൻ മക്കളെ? A is true, R is false. Very good. A is true but R is false എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ബോയ്സിന് 1 പോയിന്റ് കിട്ടും. A is true കാരണം ഹാർട്ടിന് 4 ചേംബറേ ഉള്ളൂ, ദാറ്റ്സ് റൈറ്റ്. പക്ഷേ വീന കാവ ഈസ് നോട്ട് ഓൺലി ദ ആർട്ടറി, അത് ഒരു ആർട്ടറി അല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു തെറ്റ് കാര്യം. പിന്നെ വീന കാവ മാത്രമല്ല ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, വേറെയും ഉണ്ട്. അപ്പൊ ചെറിയ ചെറിയ വെസൽസ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ റീസൺ ഈസ് ലൈക്ക് റോങ്, റീസൺ ഈസ് ഫാൾസ് വരും. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് assertion states that resins and gums are stored in old xylem tissues in plants. Reason is resins and gums facilitate transport of water molecules. ഓൾഡ് സൈലത്തിൽ റെസിനെ സ്റ്റോർ ചെയ്യുന്നു, ഗമ്മിനെ സ്റ്റോർ ചെയ്യുന്നു, ആൻഡ് അത് വാട്ടർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ആൻസർ വരുന്നത്, റീസൺ വരുന്നത്. സോ വി നീഡ് ടു ഗെറ്റ് എൻ ആൻസർ. ആരോടാ ചോദിക്കുക? ഗേൾസ് അല്ലേ ഇപ്പൊ പറഞ്ഞു തെറ്റിച്ചത്? ഓ, സോ ഐ നീഡ് ടു ആഡ് 1 point here, right? എടാ ഞാൻ പോയിന്റ് ഇട്ടാടാ, ബോയ്സിന് പോയിന്റ് ഇട്ടോടാ. അതിന് മുമ്പ് ബോയ്സ് ആൻസർ പറഞ്ഞില്ലേ? ബോയ്സിന് പോയിന്റ് ഇട്ടു. ഓക്കെ 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 ഓക്കെ. ഐ ലൈക്ക് മൈ ബ്രെയിൻ ഇസ് ഡെഡ്. ഓക്കെ ഓക്കെ, നമ്മൾ ആരോടാ ചോദിക്കുന്നത്? ഗേൾസ്. അനഘയോട് ചോദിക്കും. യെസ്, അനഘ. ഏത് ഓപ്ഷൻ മക്കളെ? D. C. Yeah, C. Okay, very good. C is the right answer. Assertion is true and reason is false. Assertion ശരിയാണ്, സ്റ്റോർ ചെയ്യുന്നത് ഓൾഡ് സൈലത്തിലാണ്, പക്ഷേ ഒരിക്കലും അത് വാട്ടർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യത്തില്ല. റെസിൻസ് ആൻഡ് ഗംസ്. ഓക്കെ, റെസിൻസ് ആൻഡ് ഗംസ് ഡോണ്ട് ഹാവ് എനി സോർട്ട് ഓഫ് relation with water transportation. It's like just a mechanism in which plants will be excreting some sort of waste out of its body. കേട്ടോ? അടുത്ത ചോദ്യം is like assertion states if both kidneys fail, urea from the blood is removed by dialysis. Reason, accumulation of urea in the human body is toxic. For boys. Yes. Rashid. പറഞ്ഞോ. ഓപ്ഷൻ എ. യെസ്, അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ. വെരി ഗുഡ്. ഓപ്ഷൻ എ ഇസ് ആൻസർ. 2 കിഡ്നീസും ഫെയിൽ ആവുന്ന സമയത്ത് നമ്മൾ
ഡയാലിസിസിന് വേണ്ടിയിട്ടാണ് പോവുക. 1 കിഡ്നി മാത്രമേ ഫെയിൽ ആയിട്ടുള്ളെങ്കിൽ നമ്മുടെ ഡയാലിസിസിന് പോകത്തില്ല. ദാറ്റ്സ് വൈ അസർഷൻ ഈസ് ട്രൂ. ആൻഡ് റീസണിൽ പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നു, ബിക്കോസ് ഇഫ് യൂറിയ ഈസ് അക്യുമുലേറ്റഡ് ഇൻ യുവർ ബ്ലഡ് ദാറ്റ്സ് ടോക്സിക് ആൻഡ് ടു റിമൂവ് ദാറ്റ് വിൽ ബി അണ്ടർഗോയിങ് ഹീമോഡയാലിസിസ്. അപ്പൊ അതുകൊണ്ട് പൈസ പറഞ്ഞ ഉത്തരം ശരിയായതുകൊണ്ട് 2 points. അടുത്ത ചോദ്യം, if അല്ല, amphibians can tolerate mixing of oxygenated and deoxygenated blood. Reason states that amphibians are animals with 2-chambered heart. Yes, ആർക്കാ? ഗേൾസിനാ. ഗേൾസിനാണ് ചോദ്യം. ഇറ്റ്സ് ഈസി. പല്ലവി. യെസ്, പല്ലവി. എന്താണ് ആൻസർ മക്കളെ? അൺമ്യൂട്ട് ചെയ്യൂ. പല്ലവി. Option A. Yes? Okay. I am sorry, but that's wrong. Boys നെ പാസ് ചെയ്യുന്നു. Yes. ഫഹീം. ഫഹീം പറയൂ, ഏത് ഓപ്ഷൻ? ഓപ്ഷൻ സി. വെരി ഗുഡ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കാരണം ലൈക്ക് ആംഫിബിയൻസിന് ലൈക്ക് ഡീഓക്സിജനേറ്റഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് തമ്മിൽ മിക്സ് ചെയ്യാം. ദാറ്റ് ഈസ് ഓക്കെ ഫോർ ദം. ബട്ട് ദ പ്രോബ്ലം ഈസ് വിത്ത് റീസൺ. ബിക്കോസ് റീസണിൽ പറഞ്ഞിരിക്കുന്നത് ആംഫിബിയൻസിന് 2-chambered heart ആണ്. ആംഫിബിയൻസ് ഹാവ് 3-chambered heart എക്സെപ്റ്റ് ക്രോക്കഡൈൽസ്. അപ്പൊ അതുകൊണ്ട് റീസൺ ഈസ് റോങ്. അപ്പൊ റീസൺ ഈസ് ഫാൾസ് ആൻഡ് ഈ പറഞ്ഞ പോലെ അസർഷൻ ഈസ് ട്രൂ. ഓപ്ഷൻ സി. ഇനിയുണ്ടോ ചാൽ സർ? യെസ്, ഉണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം is assertion. The main pulmonary artery pumps oxygenated blood from the right ventricle to the lungs. Reason, inside the lungs, the artery divides several times to form capillaries around the air sacs. For boys. Boys or girls? Yeah. Fida. Yes, Fida. What is the answer? Unmute you. Yes, ma'am. Parna. Which option, Magalai? Option B. Option B. Okay, but that's wrong. It's okay, Fida. Girls വീണ്ടും പാവം. എന്ത് ചെയ്യാം? ബോയ്സിന്റെ പോയിന്റ് പോകുന്നത് ഇപ്പൊ കാണാം. ഓക്കെ. അമിത്. യെസ്, അമിത്. വിച്ച് ഓപ്ഷൻ മക്കളെ? Option A is true and option R is false. ഗുഡ്. എന്തായിരുന്നു ഒരു പോയിന്റ് കളഞ്ഞ്. അസർഷൻ ട്രൂ അല്ലടാ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അൽസേ ബിക്കോസ് ആളില്ലല്ലോ. കാരണം മെയിൻ പൾമണറി ആർട്ടറി പമ്പ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ റൈറ്റ്. ഫ്രം ആണ് തെറ്റ്, നോട്ട് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കൽ ടു ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ. പക്ഷെ ലങ്സിലോട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. ലങ്സിലോട്ട് നമ്മൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ല കൊടുക്കുന്നത്. വി ആർ ഗിവിംഗ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലേ? സോ അസർഷൻ ഇസ് ഫാൾസ്. റീസൺ ഈസ് റൈറ്റ്. Inside the lungs, artery divides into several times to form capillaries around the air sacs. Alveoli is surrounded with air capillaries on blood capillaries on that is to facilitate a diffusion. Appa adund reason is right, assertion is true. Adundana option D. And here again namalde boys team adhigam margin onnu illengilum boys team jeichu. And congratulations to boys team. Charles sir ipo trophy തരുന്നതായിരിക്കും നിങ്ങൾക്കുള്ളത്. ചാൾസാറിന് ഇഷ്ടമില്ല എന്നാലും ചാൾസാർ ട്രോ. Okay, so this is it. Now we will go for കുറച്ച് question answers. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബാക്കി. Okay.